നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജയിൽ 1.5 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി മലയാളി യുവതി വിഭജിക ജീവനൊടുക്കിയ കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് എന്ന വാർത്ത പുറത്തുവരികയാണ്. ആത്മഹത്യയും കൊലപാതകവും നടന്നത് വിദേശത്തായതിനാൽ തന്നെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് കാണിച്ച് കുണ്ടറ പോലീസ് റൂറൽ എസ്.പിക്ക് റിപ്പോർട്ട് കൈമാറും. വിഭജികയുടെ ഭർത്താവ് നിതീഷ്, ഭർത്തൃ സഹോദരി, പിതാവ് എന്നിവർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കുണ്ടറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല, ഈ വിഭജികയോട് ഇത്രയും ക്രൂരമായി പെരുമാറിയ അമ്മായിയച്ഛൻ ആരാണെന്നും ഇത്രയും ക്രൂരമായി പെരുമാറിയ ഒരു പെണ്ണായിട്ടുള്ള ആ സഹോദരി ആരായിരുന്നു എന്നും ഒക്കെ ചോദിച്ചിരുന്നു. ഇതാണ് അവരുടെ ചിത്രം. പല മാധ്യമങ്ങളിലും ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞു. ഈ ഒരു വാർത്ത വരുന്ന സമയം മുതൽ തന്നെ നമുക്ക് ഇത്തരം ദൃശ്യങ്ങൾ കിട്ടിയിരുന്നെങ്കിലും ഇപ്പോഴാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചിത്രം പുറത്തുവിടുന്നത്. എന്തായാലും 3 പേരെയും ഷാർജയിലാണ് താമസം. സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസ് എടുത്തിട്ടുണ്ട്. ശൈലജയുടെ പരാതിയാണ് നടപടി. പ്രതികളെല്ലാം ഒളിവിൽ പോയെന്നാണ് സൂചന. ഇവരെല്ലാം ഇന്ത്യൻ പൗരന്മാരുമാണ്. അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് റദ്ദാക്കുന്നത് അടക്കം പോലീസിന്റെ പരിഗണനയിലുണ്ട്. മൃതദേഹം നാട്ടിലെത്തിയാൽ റീപോസ്റ്റ്മോർട്ടം നടത്തും. മൃതദേഹം നാട്ടിലെത്തുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, എംബാം ചെയ്തു വരുന്ന മൃതശരീരം എങ്ങനെ റീപോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നടക്കമുള്ള സംശയവും നിഴലിക്കുകയാണ്. എംബാം ചെയ്ത ശരീരത്തിനകത്തെ അവയവങ്ങളിലൊക്കെ തന്നെ പഞ്ഞിയും അതുപോലെ തന്നെ മറ്റ് രാസവസ്തുക്കളും ഒക്കെ തന്നെ ഉപയോഗിച്ച് അത് നിർജ്ജലീകരിക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയായിരിക്കും ഇതിനി ഉണ്ടാവുക എന്നുള്ള സംശയമാണ് നിലവിലുള്ളത്. എന്തായാലും മൃതദേഹം നാട്ടിലെത്തുമെന്ന് തന്നെയാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനുള്ള നീക്കം വരുന്നത്. വിഭജികയുടെ സഹോദരൻ വിനോദ് മണിയൻ ഷാർജയിൽ എത്തിയിരുന്നു. പിന്നാലെയാണ് അമ്മയും വന്നത്. മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിന് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുമായി അപേക്ഷ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 9-നാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് നിതീഷിന്റെ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കുന്നതെന്ന് കാണിച്ച വിഭജിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ഇത് നീക്കം ചെയ്യപ്പെട്ടു. ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തവരെയും പോലീസ് കണ്ടെത്തും. വിഭജികയുടെ ഫോൺ നിലവിൽ കണ്ടെത്താനായിട്ടില്ല. ഇത് ആരോ മുക്കിയെന്നും സൂചനയുണ്ട്. ഈ ഫോൺ കേസ് അന്വേഷണത്തിൽ നിർണായകമാണ്. CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, UAE ഇന്ത്യൻ കോൺസുലേറ്റ്, DGP തുടങ്ങിയവർക്ക് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുമുണ്ട്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു കൊല്ലം കൊറ്റംകര കേരളപുരം സ്വദേശിനി രഞ്ജിത ഭവനിൽ വിഭജികയെയും മകൾ വൈഭവിയെയും അൽ നഹ്ദയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലർക്കാണ് വിഭജിക. ദുബായിൽ തന്നെ ജോലി ചെയ്യുകയാണ് ഭർത്താവ് നിതീഷ്. ഇരുവരും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്നാണ് വിവരം. 7 വർഷമായി വിഭജിക ദുബായിലാണ് ജോലി ചെയ്യുന്നത്. 4.5 വർഷം മുൻപായിരുന്നു വിവാഹം. സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബക്കാരുടെ പങ്കിനെ കുറിച്ച് വിഭജികയുടെ അമ്മ പ്രതികരിച്ചിരുന്നു. ഭർത്താവ് നിതീഷ് മാത്രമല്ല, അയാളുടെ സഹോദരിയും പിതാവും വിഭജികയെ ദ്രോഹിച്ചുവെന്നും അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു. നിതീഷിന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെങ്കിലും അത് ക്ഷമിക്കാൻ മകൾ തയ്യാറായിരുന്നതായും അമ്മ പറയുന്നു. ഭർത്താവ് നിതീഷ് വിഭജികയെ ശാരീരികമായി ആക്രമിച്ചിരുന്നുവെന്നും മകൾ നേരിട്ട് കൊടിയ പീഡനമായിരുന്നുവെന്നും വിഭജികയുടെ അമ്മ ആരോപിച്ചിരുന്നു. വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവും ഈ ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരിയുമെന്ന് വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഭർത്താവിന്റെ വിവാഹേതര ബന്ധം മകൾ കണ്ടുപിടിച്ചിരുന്നു. എന്നാൽ അതൊക്കെ ക്ഷമിക്കാൻ അവൾ തയ്യാറായിരുന്നു. പെട്ടെന്നൊരു ദിവസമാണ് മകളെ വേണ്ടെന്ന് നിതീഷ് പറഞ്ഞത്. തുടർന്ന് ഭർത്താവിന്റെ ഫോണിൽ മകൾ നടത്തിയ പരിശോധനയിലാണ് നിതീഷിന്റെ വിവാഹേതര ബന്ധം കണ്ടുപിടിച്ചത്. മകൾ സന്തോഷമായി ജീവിക്കുന്നത് ഭർത്തൃ സഹോദരിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നും മകളുടെ മുടി മുറിക്കാൻ പോലും അവരാണ് കാരണമെന്നും അമ്മ പറയുന്നു. ഭർത്തൃപിതാവ് മദ്യപാനിയായിരുന്നെന്നും അവർ പറഞ്ഞു. ഭർത്തൃപിതാവ് ഒരിക്കൽ മോശമായി പെരുമാറിയിരുന്നുവെന്നും മകൾ വൈഭവിയെയും നിതീഷിനെ നോക്കാൻ തയ്യാറായിരുന്നില്ല എന്നും ഒരു പീഡനവും തന്നോട് മകൾ തുറന്നു പറഞ്ഞില്ല എന്നും പീഡനം അറിഞ്ഞിരുന്നുവെങ്കിൽ മകളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുമായിരുന്നു എന്നും അമ്മ പറയുകയാണ്. മകളുടെയും ചെറുമകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാമെന്ന ആഗ്രഹമുണ്ടെന്നും വിഭജികയുടെ അമ്മ പറഞ്ഞു. കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നിയമോപദേശം തേടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനും ആലോചനയുണ്ട്. വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം വ്യാഴാഴ്ചയോടെ നാട്ടിലെത്തിക്കാനാണ് നീക്കം. ഇതിന് പ്രതികൾ തടസ്സം നിൽക്കുന്നുവെന്നും സൂചനകളുണ്ട്. ഭർത്താവിനും കൂട്ടുവീട്ടുകാർക്കും എതിരെ കുണ്ടറ പോലീസ് കേസെടുത്തിരുന്നു. വിഭജികയുടെ അമ്മ ശൈലജയുടെ പരാതിയിലാണ് കേസെടുത്തത്. കേസിൽ നിതീഷ് 1-ാം പ്രതി, സഹോദരി നീതു 2-ാം പ്രതി.
പ്രതി, അച്ഛൻ മൂന്നാം പ്രതി എന്നിങ്ങനെയാണ്. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഭർത്താവ് കോട്ടയം പനച്ചിക്കാട് പൂവൻതുരത്ത് വലിയ വീട്ടിൽ നിതീഷിന് ഒന്നാം പ്രതിയായും ഇയാളുടെ സഹോദരി നീതുവിനെ 2ഉം പിതാവ് മോഹനനെ 3ഉം പ്രതികളായും ചേർത്താണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. 3 പേരും ഇപ്പോൾ ഷാർജയിൽ ഒളിവിലാണെന്നാണ് സൂചന. UAE-യിൽ നിന്നും മറ്റ് രാജ്യത്തേക്ക് കടക്കാനും സാധ്യതയേറെയുണ്ട്. അമ്മ ശൈലജയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. സ്ത്രീധനത്തെ ചൊല്ലി ഭർത്താവും വീട്ടുകാരും വിഭജികയെ നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചതായി പരാതിയുണ്ട്. നീതുവിനേക്കാൾ സൗന്ദര്യമുണ്ടെന്നും പറഞ്ഞ് മുഖം വികൃതമാക്കുന്നതിനായി മുടി മുറിച്ചിരുന്നു. വിവാഹമോചനത്തിന് നിർബന്ധിക്കുകയും ഉപദ്രവിക്കുകയും വക്കീല് നോട്ടീസ് അയക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും ആ 2ആം പ്രതിയുടെ ചിത്രം, ഒരു സ്ത്രീ തന്നെ ഒരു സ്ത്രീക്ക് എപ്പോഴും ഒരു ശത്രുവാണെന്ന് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ 2ആം പ്രതിയുടെ ചിത്രം ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുകയാണ്.